ഹലോ ഗൈസ്, നമ്മൾ ഇപ്രാവശ്യത്തെ എക്സാമിന് നമ്മൾ ക്വസ്റ്റിന്റെ പാറ്റേണിലെല്ലാം മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് കോക്കനട്ട് ഫാളിംഗ് ഫ്രം കോക്കനട്ട് ട്രീ എന്ന് പറയുന്നു. ഒരു തേങ്ങ താഴത്തേക്ക് വീഴുന്ന അതിന് ഏതാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ പറയും. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ഇതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലം. മലയാളം മീഡിയക്കാർ ഓർത്തേക്കുക, സമ്പർക്കരഹിത ബലം എന്നാണ്. അങ്ങേക്ക് രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു, ചെറിയ പിന്നുകൾ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. മാഗ്നറ്റ് അട്രാക്ടിങ് എ നെയിൽ അല്ലേ, ഇവിടെ എന്ത് ചെയ്യുന്നു, അയൺ അല്ലെങ്കിൽ ഇരുമ്പ് പോലത്തെ ചെറിയ പിന്നുകൾ എന്ത് ചെയ്യുന്നു, അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തിക ബലം എന്ന് പറയുന്നു. ഇതും ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. ഓർത്തു വെക്കണം, പഠിച്ചു വെക്കണം. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നു, നല്ല ശക്തമായ കാറ്റിൽ ഇലകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആടുന്നു. അത് ഏതായിരിക്കണം, വിൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ എയർ പ്രഷർ എന്നൊക്കെ പറയാം അല്ലെ, അതായത് കാറ്റിന്റെ ആ ഒരു ബലമാണ് വരുന്നത്. ഇതിനെ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം എന്നാണ് പറയുന്നത്. എന്താ പറയാ, സമ്പർക്ക ബലം എന്ന് പറയുന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഹാമർ ഉപയോഗിച്ച് ഒരു ആണി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അടിച്ചു കയറ്റുന്നു അല്ലെ. അപ്പോൾ അതിനെ നമ്മൾ കൈകൊണ്ട് പ്രയോഗിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് മസ്കുലാർ ഫോഴ്സ്, പേശി ബലം എന്ന് പറയും. എന്താ പറയാ, മസ്കുലാർ ഫോഴ്സ്, പേശി ബലം. ഇതും ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക ബലമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ ലാസ്റ്റ് വൺ തന്നെ, വെള്ളത്തിൽ നീന്തുന്ന ഒരാള് ഇതെന്ത് ചെയ്യുന്നു, അതും ഒരു മസ്കുലാർ ഫോഴ്സ്, പേശി ബലമാണ്. അതോടൊപ്പം വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. അതുകൊണ്ട് അത് സമ്പർക്ക ബലമാണ്. അപ്പൊ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ഈ 2 തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളോട് കണ്ടെത്താൻ പറയും.